What's happening people, this is Kochi and welcome back to another vlog. അപ്പോൾ 21 days ലോക്ക്ഡൗൺ ആണ്. എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ടിരിക്കുക. ആരും വീട്ടിൽ നിന്ന് പുറത്തേക്ക് മാക്സിമം നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുക. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഞാൻ വണ്ടി ഈ 21 ഡേയ്സ് ഇവിടെ വീട്ടിൽ തന്നെ വെക്കാൻ, അതായത് വണ്ടി ഓടിക്കില്ലല്ലോ, അപ്പോൾ അതിന് വേണ്ട ചെയ്ത കാര്യങ്ങളെ പറ്റി ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. ശരിക്കും ഞാൻ ഇന്ന് വണ്ടിയിൽ നിന്ന് സ്റ്റാർട്ടാക്കാൻ വന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ചെയ്തു വെച്ച കാര്യങ്ങൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ വണ്ടി നല്ല രീതിയിൽ ക്ലീൻ ചെയ്തു. കാര്യം നമ്മൾ 21 ദിവസം വണ്ടി ഓടിക്കാണ്ട് വെക്കാൻ പോവുക. അപ്പോൾ അതിലുള്ള ചെളിയും കാര്യങ്ങളൊക്കെ മാക്സിമം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തു, നല്ല വൃത്തിയാക്കി വെച്ചു വണ്ടി. എന്നിട്ട് അടുത്ത ചെയ്തതെന്ന് വെച്ചാൽ വണ്ടി ഡ്രൈ ചെയ്യണം. കാര്യം നമ്മൾ വണ്ടി ഓടിക്കുന്നില്ലല്ലോ. കാര്യം ശരിക്കും നമ്മൾ നേരത്തെ വണ്ടി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സാധാരണ ക്ലീൻ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് വണ്ടി അപ്പോൾ തന്നെ പുറത്തേക്ക് എടുക്കും. അപ്പോൾ നമുക്ക് ആ വെള്ളമൊക്കെ ആ സമയത്ത് പൊക്കോളൂ, നമ്മുടെ വണ്ടിയിൽ തന്നെ വെള്ളം ഇരിക്കില്ല. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ വണ്ടി ഓടിക്കാത്ത സ്ഥിതിക്ക് നമ്മൾ നല്ല രീതിയിൽ വണ്ടി ഡ്രൈ ചെയ്യണം. അത് ഒന്നെന്ന് വെച്ചാൽ മാക്സിമം നമ്മൾ തന്നെ ഒരു തുണി വെച്ച് ഫുൾ അങ്ങ് ഡ്രൈ ചെയ്യുക. രണ്ട് ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ വണ്ടി ഒരു 5 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്തിടും. അപ്പോൾ ഒന്ന് വണ്ടി ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് കൈയെത്താത്ത കുറേ സ്ഥലം, അതായത് എക്സോസ്റ്റിൻ്റെ അകത്തേക്ക് ചിലപ്പോൾ പോയിട്ടുണ്ടാവും. അതുകൂടാതെ നമ്മുടെ എഞ്ചിൻ്റെ അവിടേക്ക് ഇട്ട് കുറച്ച് വെള്ളമൊക്കെ കിടപ്പുണ്ടാവും. അതൊക്കെ ഒന്ന് ഹീറ്റായിട്ട് ഒന്ന് ഇവാപ്പറേറ്റ് ആയി പോകും. അപ്പോൾ അതിന് ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ വണ്ടി ഒരു 5 മിനിറ്റ് ഒന്ന് ഓൺ ചെയ്തിടും. അപ്പോൾ അതാണ് ഞാൻ ചെയ്യണ ഫസ്റ്റ് കാര്യം. അടുത്ത കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ നമ്മൾ ചെയിൻ ലൂബ് ചെയ്യണ 2 കാര്യത്തിനാണ്. ഒന്ന് റസ്റ്റ് വരാണ്ടിരിക്കാനും ഒന്ന് ലൂബ്രിക്കേഷനും. അപ്പോൾ നമ്മുടെ ഇപ്രാവശ്യത്തെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ റസ്റ്റ് വരാണ്ടിരിക്കാനും നമ്മൾ ജനക്ക് 21 ദിവസം നമ്മൾ വണ്ടി പുറത്തേക്ക് എടുക്കണില്ല. അപ്പോൾ ചെയിൻ ലൂബ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്ത് ലൂബ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് എഞ്ചിൻ ഓയിലോ ഗിയർ ഓയിലോ വല്ലതും ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് വെച്ചാൽ മതി. ഓടിക്കാനുള്ള അപ്പോൾ നമ്മളത് ജസ്റ്റ് ഒന്ന് ഒഴിച്ച് വെക്കുക റസ്റ്റ് ആവാണ്ടിരിക്കാൻ. 21 ദിവസം കഴിഞ്ഞ് വണ്ടി പുറത്തേക്ക് ഇറക്കുന്നതിന് മുമ്പ് അത് തുടച്ച് കളഞ്ഞിട്ട് നമ്മൾ ചെയിൻ ലൂബ് വാങ്ങി ചെയിൻ ലൂബ് ചെയ്യുക. അപ്പോൾ അതാണ് ഞാൻ രണ്ടാമത് ചെയ്ത കാര്യം. അടുത്ത ഞാൻ ചെയ്ത കാര്യം വണ്ടിയുടെ ഫ്യൂൽ ടാങ്കിൽ പെട്രോൾ അടിക്കുന്നത്. ഞാൻ ഫുൾ ടാങ്ക് അടിച്ചിട്ടില്ല. കാര്യം മോജോയിൽ അങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇങ്ങനെ പെട്രോള് ഫുൾ ടാങ്ക് അടിക്കാണ്ട് വണ്ടി തുരുമ്പിച്ച് പോകണ ഒരു ഹിസ്റ്ററി മോജോയ്ക്ക് ഞാൻ കേട്ടിട്ടില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഫുൾ ടാങ്ക് അടിക്കാൻ പറ്റുമെങ്കിൽ ഫുൾ ടാങ്ക് അടിക്കുക. അതടിച്ചാൽ നമ്മുടെ അതിൻ്റെ അകത്തുള്ള എയറിൻ്റെ ആ ഒരു അളവ് കുറയും. ഫുൾ ടാങ്ക് അടിക്കുമ്പോഴത്തേക്കും ആ എയർ ഗ്യാപ്പ് കുറയും. അപ്പോൾ ഓക്സിഡേഷൻ സംഭവിക്കണം കുറയും. അത് കൂടാണ്ട് നിങ്ങൾ ഫുൾ ടാങ്ക് അടിക്കുമ്പോൾ അല്ലെങ്കിൽ വണ്ടി ഇങ്ങനെ വെക്കണ ഒരു സാഹചര്യം വരുവാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഒക്ടേൻ നമ്പർ കൂടിയ, അതായത് പ്രീമിയം ഫ്യൂൽ അടിക്കാൻ നോക്കുക. പ്രീമിയം ഫ്യൂൽ അടിച്ചാൽ ഓക്സിഡേഷൻ സംഭവിക്കാൻ ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ പ്രീമിയം ഫ്യൂൽ അടിച്ചാൽ നമുക്ക് അത്രയും നല്ലതായിരിക്കും. ഇപ്പോൾ എൻ്റെ ഹിമാലയൊക്കെ ഇന്ന് ഞാൻ ഫുൾ ടാങ്ക് അടിക്കും. കാര്യം അതിന് റസ്റ്റിംഗ് ഇഷ്യൂ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ടാങ്കിൻ്റെ ആ ലിഡിൻ്റെ ഭാഗത്തൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ അത് ഫുൾ ടാങ്ക് അടിക്കുമായിരുന്നു. ബട്ട് മോജോയ്ക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. എന്തായാലും ഞാൻ ഫുൾ ടാങ്ക് ഒന്നും അടിച്ചിട്ടില്ല. എന്നാലും ഹാഫ് ടാങ്കിന് മുകളിൽ പെട്രോളിൻ്റെ അത് ഓൾറെഡി ഉണ്ട്. അടുത്ത കാര്യങ്ങൾ നമ്മൾ 2-3 ദിവസം കൂടുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിൽ ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ വണ്ടിയുടെ പൊസിഷൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. ഇപ്പോൾ ഞാൻ വണ്ടി സൈഡ് സ്റ്റാൻഡിലാണ്, ഇതിന് സെൻട്രൽ സ്റ്റാൻഡില്ല. അപ്പോൾ സൈഡ് സ്റ്റാൻഡിലുകൊണ്ട് ടയറിൻ്റെ പൊസിഷൻ എപ്പോഴും ഒരേ സ്ഥലത്ത് തന്നെ ആയിരിക്കും നമ്മുടെ ഗ്രൗണ്ടായിട്ട് കോൺടാക്റ്റ് ഉള്ളത്. അത് കാരണം അവിടെ ഫ്ലാറ്റ് സ്പോട്ട്സ് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ടയർ നമ്മൾ അല്ലെങ്കിൽ വണ്ടിയുടെ പൊസിഷൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുകയാണ്. അപ്പോൾ ആ ടയറായിട്ടുള്ള കോൺടാക്റ്റ് ചെയ്യുന്ന സ്ഥലം മാറിക്കൊണ്ടിരിക്കും. നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റിയ സെൻട്രൽ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൻട്രൽ സ്റ്റാൻഡ് ഇട്ട് വെക്കാം. സെൻട്രൽ സ്റ്റാൻഡ് ഇട്ട് വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും ടയർ ഫ്രീ ആയിരിക്കണം. അത് ഗ്രൗണ്ടിൽ മുട്ടരുത്. ഇപ്പോൾ ചില വണ്ടിക്കൊക്കെ സെൻട്രൽ സ്റ്റാൻഡ് വെക്കുമ്പോൾ ഫ്രണ്ട് ടയർ മുട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട് ടയർ എല്ലാം 2-3 ദിവസം കൂടുമ്പോൾ ഒന്ന് കറക്കി കൊടുക്കുക, ഒന്ന് പൊസിഷൻ മാറ്റി വെക്കുക. അല്ലെങ്കിൽ നമ്മൾ 2 ടയറും ഫ്രീ ആയിട്ട് വെക്കുക സെൻട്രൽ സ്റ്റാൻഡ് ഇട്ടിട്ട്. പിന്നെ ഉള്ളത് പാഡോക്ക് സ്റ്റാൻഡ് നമ്മൾ വെക്കുമ്പോൾ അതേപോലെ തന്നെ എനിക്ക് പാഡോക്ക് സ്റ്റാൻഡ് ഉണ്ട്, ബാക്കി മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നാലും ഞാൻ ഫ്രണ്ടിലത്തെ ടയർ നോക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാഡോക്ക് സ്റ്റാൻഡ് ഉപയോഗിച്ചില്ല. ഞാൻ ജസ്റ്റ് വണ്ടി സൈഡ് സ്റ്റാൻഡിൽ തന്നെ വെച്ചു. 2-3 ദിവസം കൂടുമ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കും. ടയറിനും ഇങ്ങനെ പണിയിട്ടിട്ടുണ്ട് കുറേ നാൾ ഇരുന്നിട്ട്. ഞാൻ ഫ്രണ്ട് ടയറിനേ ഉള്ളൂ, ഭാഗ്യത്തിന് ബാക്ക് ടയർ മാറിയിട്ടുണ്ടായി, അതുകൊണ്ട് കുഴപ്പമില്ല. ഫ്രണ്ട് ടയറിൽ നിന്നിട്ട് പണിയിട്ടിട്ടുണ്ട്. ഞാൻ കാണിച്ചുതരാം. ഈ കുറേ നാൾ ഇരിക്കുമ്പോൾ എന്താ ടയറിന് സംഭവിക്കണമെന്ന് ഞാൻ എന്താണെന്ന് കാണിച്ചുതരാം. അപ്പോൾ ഇതാണ് പ്രശ്നം. കണ്ടോ, ടയർ പൊട്ടിയിരിക്കണുണ്ടോ? ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ 2 വർഷം ഇരുന്ന വണ്ടിയാണ്. ആകെ 3500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ വണ്ടി വന്നപ്പോൾ ഉള്ള ടയറാണ്, സ്റ്റോക്ക് ടയേഴ്സാണിത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം. ബാക്ക് ടയർ മാറിയിട്ടുണ്ട്, അതുകൊണ്ട് സീനില്ല. ഫ്രണ്ട് ടയറിന് ആ പണി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ടയർ പൊട്ടി നശിയാണ്. ഇതുകൊണ്ടാണ് പറയുന്നത് ടയറിൻ്റെ പൊസിഷൻ നമ്മളെപ്പോഴും മാറ്റി വെക്കണമെന്ന്. അടുത്ത ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യണ 2 ഗുണങ്ങളുണ്ട്. ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ എഞ്ചിൻ ഓയിലിന് വേണ്ടി. എഞ്ചിൻ ഓയിൽ കുറേ നാളിങ്ങനെ ഇരിക്കുമ്പോൾ എഞ്ചിൻ ഓയിൽ ക്ലോഗിങ് സംഭവിക്കും. അത് സംഭവിക്കാണ്ടിരിക്കാൻ നമ്മൾ വണ്ടി ഒരു 5 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്തിടുക. 5 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ ടെമ്പറേച്ചർ വണ്ടി ഒന്ന് ചൂടായി വരിക. ചില വണ്ടിക്ക് ടെമ്പറേച്ചർ ഇൻഡിക്കേറ്റർ ഉണ്ടാവും. അതൊരു 50% വരെ എത്തുമ്പോഴത്തേക്കും വണ്ടി ചൂടായെന്ന് മനസ്സിലാവും. ഇതിന് ടെമ്പറേച്ചർ സെൻസർ ഉണ്ട്, പക്ഷേ ഇൻഡിക്കേറ്റർ ഒന്നുമില്ല.
അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു 5 മിനിറ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിടും. അടുത്ത കാര്യം എന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്തിടാൻ കാരണം എന്ന് വെച്ചാൽ ബാറ്ററിക്ക് വേണ്ടിയാണ്. ബാറ്ററി ലീക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംഭവിക്കാണ്ടിരിക്കുകയാണെങ്കിൽ ബാറ്ററി ഡാമേജ് ആവാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തിടുന്നത്. അതും ഒരു 5 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടാൽ മതി. അപ്പോൾ സെയിം നമ്മുടെ എഞ്ചിനും വേണ്ടിയും ബാറ്ററിക്ക് വേണ്ടി 5 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് അല്ല 2-3 ദിവസം മുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടാൽ നമ്മുടെ ബാറ്ററി എഞ്ചിൻ ഓയിലിനും അല്ലെങ്കിൽ വണ്ടിക്ക് തന്നെ നല്ലൊരു കാര്യമായിരിക്കും. പിന്നെ ഈ 5 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്തിടുമ്പോൾ എല്ലാവരും സൂക്ഷിക്കുക, കിടന്നിട്ട് റവ് ചെയ്യരുത് വണ്ടി. കാര്യം കോൾഡ് സ്റ്റാർട്ടാണ്, വണ്ടി റവ് ചെയ്താൽ വണ്ടി ഭയങ്കര മോശമാണ്. അപ്പോൾ പെട്ടെന്ന് ചൂടാവുമായിരിക്കും ചിലപ്പോൾ റവ് ചെയ്യുമ്പോഴത്തേക്കും. ബട്ട് അത് മൈൻഡ് ചെയ്യേണ്ട, നമുക്കത് ആവശ്യമില്ല വണ്ടിക്ക്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വെറുതെ ഇട്ട് വണ്ടി റവ് ചെയ്യരുത്. ഈ കാര്യം വണ്ടി എവിടെയെങ്കിലും തണലത്ത് കയറ്റി വെക്കുക. അപ്പോൾ ഇവിടെ ഷെഡ് ഉണ്ട്, ഞാൻ അപ്പോൾ ഷെഡിൽ കയറ്റി വെച്ചു. മൂടാനുള്ള തുണിയൊന്നുമില്ല. തുണി വെച്ച് നിങ്ങൾ മൂടരുത്, ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ വെച്ച് വേണം വണ്ടി മൂടാൻ. കാര്യം ഈ തുണി വെച്ച് മൂടി അതിൽ കുറേ അഴുക്ക് അല്ലെങ്കിൽ വെള്ളമൊക്കെ ഇരുന്ന് ആ വെള്ളം നമ്മുടെ വണ്ടിയായിട്ട് കോണ്ടാക്റ്റ് ആയി അവിടെ റെസ്റ്റ് ആവും, അങ്ങനത്തെ കുറേ തലവേനയൊക്കെ ഉണ്ടാവും. അപ്പോൾ മാക്സിമം തുണിയൊക്കെ ഒഴിവാക്കുക. നമ്മൾ പ്ലാസ്റ്റിക് റേഡിയോ വെള്ളം നിൽക്കാത്ത എന്ത് മെറ്റീരിയൽ വെച്ചും നിങ്ങൾക്ക് വണ്ടി കവർ ചെയ്താൽ അല്ലെങ്കിൽ ഒരു നൈസായിട്ടൊരു ഷെയ്ഡുള്ള സ്ഥലത്ത് വല്ലതും വണ്ടി കയറ്റി വെക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്ത കാര്യങ്ങൾ. ഇനി ഞാൻ ചെയ്തത് വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ട് 2 ദിവസം ഞാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക വണ്ടി. അപ്പോൾ നിങ്ങൾക്ക് സൗണ്ടും കേൾക്കാം, എനിക്കും ആ വണ്ടിയുടെ സൗണ്ടും കേൾക്കാം. ഫീലായിരിക്കും വണ്ടി ഓടിക്കാൻ തന്നെ. അപ്പോൾ അതായത് തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ബെല്ലൈക്കൻ ഞെക്കുക. അടുത്ത വീഡിയോ ബെല്ല് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റാരും വരാൻ നിങ്ങൾ സ്വന്തം. ഈ 8 കാലികൾക്ക് വേറെ പണിയൊന്നുമില്ലേ? 2 ദിവസം വണ്ടി കൊണ്ട് വെക്കണ്ട, അപ്പം തന്നെ നോക്കിയിരിക്കും വലയിടാനായിട്ട്. ബ്ലഡി ഫൂൾസ്.